साहिबा आए घर काहे ना, ऐसे तो सताए ना, देखूं तुझको चैन आता. ഹായ് എവ്രി വൺ, വെൽക്കം ടു സ്വര യുവർ സ്റ്റിച്ച് ഗൈഡ്. ഗൈസ്, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സോ നമുക്കിന്നൊരു സാരി വെച്ച് ഒരു ധാവണി സ്റ്റിച്ച് ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് എൻ്റെ അമ്മമ്മയുടെ സാരിയാണ്. സോ ഞാൻ സാരി മൊത്തമായിട്ട് കാണിച്ചു തരാം. അതാണ് ആ പല്ലു പാട്ട്, അതായത് അതിൻ്റെ മുന്താണി ഭാഗം. പിന്നെ ആ സാരി ചെറിയൊരു പാറ്റേൺ വരുന്നുണ്ട്, ഒരു കുഞ്ഞു കുഞ്ഞ് എന്താ പറയുക, ഒരു ലീഫ് പോലത്തെ പാറ്റേൺ. പിന്നെ ബോർഡർ ഇതാണ്. സോ നമുക്കിനി ഇത് വെച്ചിട്ട് ഒരു ധാവണി സ്റ്റിച്ച് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് സ്കെച്ചിങ് പാർട്ടിലേക്ക് പോവാം. ഞാനൊരു ഫ്രണ്ട് ഒരു സ്ക്വയർ നെക്കാണ് കൊടുത്തേക്കുന്നത് നമ്മുടെ ധാവണിൻ്റെ ബ്ലൗസിന്. പിന്നെ ബാക്കിലൊരു വീനക്കും. പിന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഡിറ്റാച്ചബിൾ സ്ലീവും കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നോർമൽ ബ്ലൗസിനേക്കാളും ഒരു ഡിഫറൻസ് വരാൻ വേണ്ടിയിട്ട് ഡിറ്റാച്ചബിൾ സ്ലീവ് ഞാൻ പഫ് സ്ലീവ് ആയിട്ട് കൊടുത്തിട്ട്, മറ്റേത് സ്ലീവ്ലെസ് ടോപ്പാണ്. അപ്പോൾ ഇത് ഡിറ്റാച്ചബിൾ സ്ലീവും പഫ് സ്ലീവ് ആയിട്ടൊരു ഡീപ്പായിട്ടുള്ളൊരു റൗണ്ടഡ് റെക്റ്റാങ്കിൾ നെക്കും, എന്നിട്ട് അതിൻ്റെ ചുറ്റിലും ലേസ് പിടിപ്പിക്കുന്നുണ്ട്. പിന്നെ ബാക്ക് എന്ന് പറയുന്ന കോർസെറ്റ് മതി, അതായത് നമുക്ക് ഊരിയിട്ട് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ കോർസെറ്റാണ് ഞാൻ ബാക്ക് കൊടുത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ അടിയിൽ വെച്ചേക്കുന്ന ഡെക്കറേഷൻസ് ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് അതിനുള്ള ടൈം കിട്ടിയില്ല, ഞാൻ അതാകെ വിട്ടുപോയി ഇപ്പോഴാണ് ആലോചിച്ചത്. പിന്നെ ഞാനിത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള സ്കെച്ച് കാണിച്ചു തരാം. അത് രണ്ടും കൂടെ വരുമ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക. നമുക്ക് വേണമെങ്കിൽ ഇപ്പം സ്ക്വയർ നെക്കുള്ള സ്ലീവ്ലെസ് ഇടാം, അല്ലെങ്കിൽ ഡിറ്റാച്ചബിൾ സ്ലീവ് ആയിട്ടുള്ളതും ഇടാം. അതിനാണ് ഞാൻ ഡിറ്റാച്ചബിൾ സ്ലീവ് ഉദ്ദേശിക്കുന്നത്. ബാക്ക് എന്നുള്ള വ്യൂ എന്ന് പറയുമ്പം നമുക്ക് വീനക്കും കാണും, പിന്നെ കോർസെറ്റ് മാതിരി ആയിരിക്കും ഇരിക്കുക അത്. പിന്നെ നമ്മൾ സ്കേർട്ടാണുള്ളത്. നമ്മൾ സ്കേർട്ട് പിന്നെ നമ്മൾ സാധാരണ പ്ലീറ്റഡ് ആയിട്ടുള്ള സ്കേർട്ടായിട്ടോ ഉദ്ദേശിച്ചിരിക്കുന്നത്. പടിയൊക്കെ വെച്ചിട്ട് ഞാൻ ഹുക്കാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. അതിൻ്റെ സ്കെച്ച് ഞാൻ എടുത്തിട്ടില്ല, കാരണം നോർമൽ സ്കേർട്ടാണല്ലോ. ഇനി നമ്മൾ മെഷർമെൻറ്റിലേക്ക് പോകാം. നമുക്ക് ആദ്യം ഒരു ടേപ്പാണ് വേണ്ടത്. എന്നിട്ട് നമ്മളുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ടേപ്പ് വെച്ചിട്ട് നമുക്ക് വേണ്ട ടോട്ടൽ ലെങ്ത്താണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ എനിക്ക് അത്രയാണ് വേണ്ടത്. ഞാനത് ലെങ്ത്ത് എഴുതിയിട്ട് മാർക്ക് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ടേപ്പ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ഷോൾഡറിൽ വെച്ചാൽ തൊട്ട് നമ്മൾ നെക്ക് എത്ര വേണമെന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ടോട്ടൽ എത്ര നെക്ക് വേണം നമ്മൾ നോക്കുന്നു. ഞാൻ ബാക്കിലേക്ക് വീനക്കിന് 6 കൊടുക്കുന്നത്. ഫ്രണ്ടിലേക്കുള്ള സ്ക്വയർ നെക്കും ഞാൻ 6 തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ബസ്റ്റ് മെഷർമെൻറ്റ് എടുക്കുന്നു. ബസ്റ്റിൻ്റെ ചുറ്റിലെടുത്തിട്ട് അത് എത്ര നോക്കി /4 ചെയ്താൽ ബസ്റ്റ് മെഷർമെൻറ്റ് കിട്ടും. പിന്നെ ബസ്റ്റിൻ്റെ ലെങ്ത്ത് എടുക്കും. പിന്നെ വേസ്റ്റിൻ്റെ ലെങ്ത്ത് എടുക്കും, വേസ്റ്റ് മെഷർമെൻറ്റും. അതും വേസ്റ്റിൻ്റെ ലെങ്ത്ത് /4 ആയിരിക്കും നമ്മൾ ലെങ്ത്ത് വരിക. അത് നമ്മൾ മാർക്ക് ചെയ്ത് എഴുതി വെക്കുക. പിന്നെ നിങ്ങളെ നെക്കിൻ്റെ സൈസ് ഞാൻ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാവുന്നതാണ്. നോക്കിയിട്ട് ഞാനിവിടെ ഒരു 3.5 കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് ആം ഹോൾ മെഷർ ചെയ്യാണ്. ആം ഹോളിൻ്റെ ചുറ്റും ഒന്ന് ടേപ്പ് വെച്ചിട്ട് മെഷർ ചെയ്യുക. എന്നിട്ട് അത് എത്രയാണെന്ന് ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ടോട്ടൽ സ്ലീവ് എത്ര വേണം നോക്കുക, എന്നിട്ടത് മെഷർ ചെയ്യുക. നമുക്ക് ടോട്ടൽ ഇത്രയൊക്കെയുള്ളൂ മെഷർമെൻറ്റിൻ്റെ ഭാഗം. ഞാനിവിടെ ഒരു എക്സ്ട്രാ പീസ് അറ്റാച്ച് ചെയ്യാണ് ചെയ്യുന്നത്, അതായത് നമ്മളുടെ ബോർഡർ ഭാഗം. ഇനി നമുക്ക് നമ്മളുടെ വേസ്റ്റിൻ്റെ ലെങ്ത്ത് എടുക്കാം. നമ്മൾ സ്കേർട്ടിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റാണ് അത്. നമ്മൾ വേസ്റ്റിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എടുത്തിട്ട് /4 ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ വേസ്റ്റ് വരുന്ന പോയിൻ്റ്, അതായത് ആ ഒരു കർവ് വരുന്ന അവിടം തൊട്ട് നമുക്ക് എവിടം തൊട്ട് വേണോ, അല്ലെങ്കിൽ നമുക്ക് എവിടം തൊട്ട് വേണോ അവിടം തൊട്ട് നമ്മളുടെ ആംഗിൾ ലെങ്ത്ത് നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണോ അത് മെഷർ ചെയ്തെടുക്കാം. ഞാൻ ഈ സാരിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ സാരിയുടെ ബോർഡർ ഞാൻ ആദ്യം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ തുണി എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ആയിട്ട് മടക്കുക. അതായത് ബാക്ക് സൈഡായിരിക്കും നമ്മൾ ഫ്രണ്ടിൽ വരിക. 4 ആയിട്ട് മടക്കിയിട്ട് നമ്മൾ ഫേസ് ചെയ്യണം. അതായത് ഫോൾഡർ പാർട്ട് നമ്മളുടെ സൈഡിലായിരിക്കണം ഫോൾഡഡ് പാർട്ട് ഇരിക്കേണ്ടത്. ഞാൻ ആ പാറ്റേൺസ് ഒക്കെ ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആ നെക്ക് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. 6ഉം 3.5ഉം വരച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു സ്ലാൻഡിങ് ലൈൻ വരച്ചു വി നെക്കിന് വേണ്ടിയിട്ടുള്ള. സ്ക്വയർ നെക്കാവുമ്പോൾ നമുക്ക് ഡയറക്റ്റ് കട്ട് ചെയ്യാമല്ലോ. പിന്നെ നമ്മൾ ആം ഹോൾ വരച്ചു, ജസ്റ്റ് വരച്ചിട്ട് നമ്മൾ ലെങ്ത്ത് വരച്ചു. പിന്നെ നമ്മൾ ബ്രെഡ്ത്ത് നമുക്ക് ഇഷ്ടമെടുക്കാം. നമ്മൾ ചെറിയൊരു കർവ്, ഒരു 1 ഇഞ്ചിൻ്റെ കർവും വരയ്ക്കും. അപ്പോൾ നമുക്ക് വേണ്ട ചെസ്റ്റും വേസ്റ്റും മാർക്ക് ചെയ്തു നമ്മളത് വരയ്ക്കുന്നു. പിന്നെ എക്സ്ട്രാ എലമെൻറ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ടെടുക്കാം. നമുക്ക് ആദ്യം ആം ഹോൾ കട്ട് ചെയ്ത് മാറ്റാം. ആം ഹോൾ രണ്ടിനും സെയിം ആണല്ലോ, ബാക്കിനും ഫ്രണ്ടിനും നമ്മൾ സെയിം ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റാം. ഞാനത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ ബാക്ക് നെക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. സോ നമുക്ക് ആദ്യം ഈ തുണി ഒന്ന് അതുമായിട്ട് മാറ്റണം, എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ബാക്കും ഫ്രണ്ടും വേറെ വേറെ കട്ട് ചെയ്താണ് നമ്മൾ എടുക്കുക. അപ്പം നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്കിതാ ഇതുപോലത്തെ ഒരു പാറ്റേൺ ആണ് കിട്ടുക. നമുക്കൊരു സ്ക്വയർ നെക്കുള്ള പാറ്റേൺ കിട്ടി.
ഇനി നമുക്ക് നമ്മൾ ബാക്ക് നെക്കും കൂടെ കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക് നെക്ക് കട്ട് ചെയ്തപ്പോൾ നമുക്കൊരു വി ഷേപ്പ് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സൈഡൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, വീഡിയോയിൽ കണ്ടിട്ടില്ലെങ്കിലും. പിന്നെ ബാക്ക് നെക്കൊന്ന് ഡയറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മൾ പടി വെച്ച് കൊടുക്കുക ചെയ്യുക, പിന്നെ ഹുക്കിടുന്ന പാർട്ടും. പിന്നെ നമ്മളവിടെ പടി വെച്ച് കൊടുക്കും. പിന്നെ ബാക്കി അടിയിലുള്ള ആ വരെയുള്ള ഭാഗം നമ്മളൊന്ന് മടക്കി അടിക്കുകയാണ് ചെയ്യുക. ഇനി നമുക്ക് നമ്മളെ ക്ലോത്തിൻ്റെ നെക്ക് ഒരു എക്സ്ട്രാ ക്ലോത്ത് വെച്ച് നമ്മൾ സ്റ്റിച്ചാണ് ചെയ്യുക. അതിന് നമ്മൾ ക്ലോത്തിൻ്റെ നല്ല ഭാഗവും പിന്നെ നമ്മുടെ എക്സ്ട്രാ പീസിൻ്റെ നല്ല ഭാഗവും നല്ല ഭാഗവും ഒരുമിച്ച് വെക്കും. അങ്ങനെ വെച്ചിട്ട് നമ്മൾ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും. പിന്നെ നമ്മളവിടെ കാണുന്ന പോലെ ഒന്ന് ആ വീൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മളൊന്ന് മടക്കി, വിയോ അല്ലെങ്കിൽ സ്ക്വയർ ഏതാണെങ്കിലും ആ ഒരു പോയിൻ്റ് എത്തുമ്പോൾ നമ്മളവിടെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ചിട്ട് തിരിച്ചു കൊടുത്താൽ മതി. അപ്പം നമുക്ക് കറക്റ്റ് കിട്ടും. നമ്മൾ ആദ്യം അതിൻ്റെ ചുറ്റിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനത് ആ വീഡിയോയിൽ ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ കാണിച്ചു തരുന്നുണ്ട്. ഇതുപോലെ ഒന്ന് മടക്കി തിരിച്ചിട്ട് അത് ആ ചുറ്റിലൊന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ തിരിച്ചിട്ടൊന്ന് മടക്കി അടിക്കുകയാണ് ചെയ്യുക. അതായത് അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അതവിടെ സ്റ്റിച്ച് ചെയ്ത് സെറ്റായെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ എന്നിട്ടത് തിരിച്ചിട്ടൊന്ന് മടക്കിയിട്ട് അടിക്കും. അപ്പം നമുക്ക് എന്ത് കിട്ടും, നമ്മളെ നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പൈപ്പിംഗ് പോലെ വേണ്ടവർക്ക് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഭാഗം പുറത്തേക്ക് വെച്ചടിക്കാൻ. എനിക്ക് പൈപ്പിംഗ് പോലെ വേണ്ടാത്തതുകൊണ്ട് ഞാനത് തുണിയൊന്ന് നന്നായിട്ട് മടക്കി അടിക്കും. ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ കുറച്ചും കൂടെ നല്ല വൃത്തിയായിട്ട് കാണും നമ്മളെ നെക്ക്. ഇത്രയൊക്കെയാണ് നെക്കിൻ്റെ പാർട്ടിൽ. ഇതുപോലെ തന്നെയാണ് നമ്മൾ സ്ക്വയർ നെക്കിലും ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ചാൽ നല്ല വൃത്തിക്കുള്ളൊരു നെക്ക് കിട്ടും. വി നെക്കിലും സ്ക്വയർ നെക്കിലും ഈ സെയിം പ്രോസസ്സാണ് നമ്മൾ ചെയ്യുക. നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവിടെ ഒരു നമ്മൾ മടക്കിയ സ്ഥലത്തൊരു ഇതുണ്ടായിരുന്നല്ലോ, ആ കേവ് പോലത്തെ സാധനം, അവിടെ നമ്മളൊരു കട്ടിടുകയാണ് ചെയ്യുക. ആ കട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സുഖമായിട്ട് മടക്കി അടിക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ആ കട്ടിടുന്നത്. എന്നിട്ട് മടക്കി അടിച്ചു. ഇതാണ് അടിച്ചിട്ടുള്ളത് നമ്മളുടെ ബാക്ക് നെക്ക് ഫ്രണ്ട് നെക്ക്. നമ്മൾ പടിയാണ് വെച്ച് കൊടുക്കുന്നത്. ഹുക്കിടാനുള്ള പാർട്ടും പിന്നെ മറ്റേ ഹുക്ക് ഇതാക്കാനുള്ള ഹോൾസ് വരുന്ന ഭാഗവും അതാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു ക്ലോത്ത് എടുക്കുന്നു, നമ്മളുടെ ഡ്രസ്സിൻ്റെ ലെങ്ത്ത് അനുസരിച്ച്, ബാക്കിൻ്റെ ലെങ്ത്ത് അനുസരിച്ച്, എന്നിട്ട് അത് മടക്കി അടിക്കുന്നു ജസ്റ്റ് ഒന്ന്. എന്നിട്ട് നമ്മളെ ഡ്രസ്സിൻ്റെ നല്ല ഭാഗത്ത് ആ ക്ലോത്തിൻ്റെ നല്ല ഭാഗം ഉള്ളിൽ വെച്ചിട്ട് നല്ല ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഒന്ന് അത് ആ വീഡിയോയിൽ വെച്ച പോലെ വെച്ചിട്ടൊന്ന് മടക്കി അടിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ മടക്കി അടിക്കുന്നതിനെ കൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മൾ ആ ഹോൾ ഇടുന്ന പാർട്ട് ചെയ്യാനാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളതൊന്ന് മടക്കി ഒന്ന് നല്ല വൃത്തിക്ക് അടിച്ചെടുക്കുക. പിന്നെ എനിക്ക് പറ്റൊരു അബദ്ധം എന്താ വെച്ചാൽ അത് ഞാൻ ഇവിടെ ഫ്രണ്ടിലൊന്ന് ആ നമ്മൾ നെക്ക് വരുന്ന ഭാഗത്തൊന്നും മടക്കി അടിച്ചിട്ടില്ല. ആ സമയത്ത് ആ ക്ലോത്തൊന്ന് മടക്കി അടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ വൃത്തിയിലിരിക്കും അത്. ഞാൻ പിന്നെയാണിത് ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് നമ്മളൊന്ന് പതിച്ചടിക്കുക. ഈ ഇത് തിരിച്ചിട്ടിട്ട്, അപ്പം നമുക്ക് ചീത്ത ഭാഗം ഇങ്ങനെ ഇട്ടു, അപ്പോൾ നമ്മൾ തിരിച്ചിട്ടിട്ട് അടിക്കുമ്പോൾ നമ്മൾ പതിച്ചടിക്കുക എന്ന് അതിനെ പറയാം. പതിച്ചടിക്കുന്ന വെച്ചാൽ നമ്മൾ സ്റ്റിച്ചൊന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണത്. നമ്മളൊന്ന് പതിച്ചടിക്കുക. പതിച്ചടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിട്ട് വീണ്ടും അടിക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും, നല്ല ഭാഗത്ത് നല്ലതായിട്ട് തന്നെ കിട്ടും. ആ വീഡിയോയിൽ കാണിച്ച പോലെ ചെയ്താൽ മതി. എന്നിട്ട് കണ്ടു നമ്മൾ ആ പാറ്റേൺ അവിടെ വരച്ചിട്ടുണ്ട് ഞാൻ. ഒരു ലെങ്ത്ത് എടുക്കും, നിങ്ങൾക്ക് എത്രത്തോളം ഹുക്ക് വേണോ അതിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് അതിൽ കൂടെ പാറ്റേണിൽ കൂടെ കറക്റ്റ് അടിച്ചു കൊടുത്താൽ നമുക്കവിടെ എന്താ ഹുക്ക് ഇടാനുള്ള ഒരു ഹോളായിട്ട് കിട്ടും. നമുക്കിനി അതൊന്ന് അടിച്ചിട്ട് വരാവേ. വളരെ ശ്രദ്ധിച്ചതൊന്ന് ചെയ്താൽ മതി. ലൈക്ക് അവിടെ വെച്ച് കറക്റ്റ് ആ പാറ്റേണിലുള്ള വി പാറ്റേണിലൂടെ, അതായത് ഓപ്പൺ ഭാഗം നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ നമുക്ക് ഹുക്കിടാനുള്ള ഭാഗത്തായിട്ട് ചെയ്യണം. ഇതുപോലെ പാറ്റേൺ വരയ്ക്കും. എന്നിട്ട് കറക്റ്റ് ഒന്ന് വളരെ ശ്രദ്ധിച്ചൊന്ന് അടിച്ചിട്ട് അവിടെ എത്തി കുത്തുക, എന്നിട്ട് തിരിക്കുക, എന്നിട്ട് ചെയ്യുക. അപ്പം നമുക്ക് വളരെ വൃത്തി കിട്ടും. അതുപോലെ നമ്മൾ മൊത്തം ആ പാറ്റേൺ വരച്ചത് മൊത്തം ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുക.
നമ്മളിപ്പോൾ അതേപോലെ ചെയ്ത് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പിന്നെ ചെയ്തിട്ടുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആം ഹോൾ വരുന്ന സൈഡിൽ സ്ലീവിൻ്റെ ഭാഗം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കുക ചെയ്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ക്ലോത്ത് വെച്ച് അടിച്ചെടുക്കാം. നമ്മളെ നെക്ക് പിന്നെ ഞാൻ ആ ഷോൾഡറിൻ്റെ 2 ഭാഗവും ഒന്ന് ചേർത്തടിച്ചു. ഞാനത് വീഡിയോയിലെടുത്തില്ല, അതിനുള്ള സമയം എനിക്ക് കിട്ടില്ല. പിന്നെ ഞാൻ കുറച്ച് ടക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ, കാരണം പ്രിൻസസ് കട്ട് വരുന്ന പോലെ ചെയ്യാനാണ്. പക്ഷേ പ്രിൻസസ് കട്ടല്ല, പ്രിൻസസ് കട്ട് എന്ന് പറഞ്ഞാൽ ആം ഹോളിൽ നിന്നും കൂടെ ഒരു ടക്ക് വരണം. ചെറിയൊരു പീസ്, അതായത് ഒരു 0.5 ഒക്കെ എടുത്തിട്ട് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്ലാൻഡിങ് ലൈൻ വരയ്ക്കും. കുഞ്ഞ് ട്രയാങ്കിൾ ഉണ്ടാക്കി കൊടുക്കുക. നമ്മളെ ബസ് പോയിൻ്റ് നോക്കിയിട്ട് ബസ് പോയിൻ്റ് തൊട്ട് താഴേക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുക. ചെറിയൊരു ടക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. വേറൊന്നും അതിനകത്ത് ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഹുക്ക് ആഡ് ചെയ്യാണ്. ഹുക്ക് എങ്ങനെ ആഡ് ചെയ്യുക വെച്ചാൽ നമ്മൾ സൂചി നൂലും വെച്ചാണ് അത് ചെയ്യുന്നത്. എന്നിട്ട് ഹുക്കൊക്കെ ഒന്ന് കറക്റ്റ് ആ പോയിൻ്റ് നോക്കി ഒന്ന് ആഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഹുക്ക് ലാസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യണം. അതായത് ഹുക്കിനുള്ളിൽ കൂടെ അടിച്ച് ഞാൻ ഇതെല്ലാം ഹുക്കും അടിച്ച് തീർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡിറ്റാച്ചബിൾ സ്ലീവിൻ്റെ പാറ്റേൺ കട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മളെല്ലാ പാറ്റേണും വരച്ചിട്ട് ഞാൻ ഡീപ്പായിട്ടുള്ളൊരു യൂനെക്കാണ് കൊടുത്തത്. ഒരു 11 പിന്നെ ഒരു 5.5 ബ്രെഡ്ത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ കട്ട് ചെയ്ത് മാറ്റി. ആം ഹോൾ നേരത്തെ അതേ അളവ്. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ പിന്നെ പഫ് സ്ലീവിനുള്ള കട്ടിങ് ഞാൻ പറഞ്ഞുതരാം. പഫ് സ്ലീവ് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം നമ്മൾ നോർമൽ ലെങ്ത് എടുത്തിട്ട് കറക്റ്റ് ഒരു പാറ്റേൺ വരച്ച് കൊടുക്കും നമ്മുടെ സ്ലീവിൻ്റെ. എന്നിട്ടൊരു 5 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് വരയ്ക്കും. എന്നിട്ട് അവിടെ നിന്ന് നമ്മളൊരു സ്ലാൻഡിങ്, അതായത് ഇങ്ങനെ ഒരു പാറ്റേൺ രീതിയിൽ അതിനോട് മാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് ഞാൻ സ്ലീവ് 12 ടോട്ടൽ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 2.5 വരുന്നത് നമ്മളെ ഇത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അടിയിൽ ഇതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, നമ്മളുടെ കരഭാഗം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതുപോലെ ഇങ്ങനെ മടക്കിയാണ് സ്റ്റിച്ച് ചെയ്യുക. അതായത് ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക. ആ ലാസ്റ്റ് എൻഡ് തൊട്ട്, അതായത് നമ്മൾ പുതുതായിട്ട് എടുത്ത 5 ഇഞ്ചില്ലേ, അതിൻ്റെ എവിടം തൊട്ട് എൻഡ് വരെ സ്ലീവ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളത് നമ്മളെ സ്ലീവ് പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ എക്സ്ട്രാ ബാക്ക് പാർട്ട് എടുത്തത്. 2 തുണിയായിട്ടാണ് എടുത്തിട്ടുള്ളത്, കാരണം നമുക്കധികം തുണിയുടെ ആവശ്യമില്ല. അപ്പം ഞാൻ അതിൻ്റെ നെക്ക് പോലത്തെ ഭാഗം ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിപ്പം ജസ്റ്റ് എങ്ങനെയെങ്കിലും ഒരു പാറ്റേൺ വെച്ചാൽ ഞാൻ അത് രണ്ടും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, സ്റ്റിച്ച് ചെയ്തിട്ട്. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. അതേപോലെ ഞാൻ നെക്കും ഒന്ന് ചെയ്തിട്ടുണ്ട്. ഞാൻ നെക്ക് ജസ്റ്റ് ഒരു എക്സ്ട്രാ തുണിയല്ല മടക്കി അടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കുറച്ച് കുഞ്ഞു കഷ്ണങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഒന്ന് മടക്കിയിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു 2 ഇഞ്ചോ 3 ഇഞ്ചോ ഒക്കെ മതി. എന്നിട്ട് നമ്മളത് ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ അറ്റാച്ച്, നമുക്ക് എത്ര എണ്ണം വേണം അതിനനുസരിച്ച്. പിന്നെ ഒരു വലിയ വള്ളി ഞാൻ അത് സെയിം സാരീൻ്റെ തന്നെ മടക്കി അടിച്ചിട്ടുണ്ട്, കാരണം നമുക്ക് ആ കോർസെറ്റ് പോലെ ആക്കാനാണ്. പിന്നെ ഞാൻ അതിനകത്തൊരു ലേസ് പാർട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് സൂചി നൂല് വെച്ച് എൻ്റെ കയ്യിലൊരു ബാക്കി വന്ന കുറച്ച് ലേസ് ഉണ്ടായിരുന്നു, ഞാൻ അതും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഞാൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കണ്ടതായിരുന്നു, അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. നിങ്ങൾ ലേസ് ഇല്ലെങ്കിൽ ആ പാർട്ട് വിടാം. ഇനിയിപ്പോൾ മുത്താണെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ നല്ലൊരു ലേസ്, അതിന് പറ്റിയ ലേസ്. ഞാൻ ഫുള്ളി ലേസ് കൊടുക്കുന്നില്ല, ലൈക്ക് ആ കാണുന്ന ഭാഗം മാത്രമേ ഞാൻ ആ ലേസ് കൊടുക്കുന്നുള്ളൂ. ഞാൻ അവിടെ അതുപോലെ കോർസെറ്റിൻ്റെ സാധനങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഉള്ളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ 2-3 തവണ ഒന്ന് ലോക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ. ഞാനത് വീഡിയോയിൽ എടുത്തിട്ടില്ല, ഞാനത് ലാസ്റ്റ് ക്ലിപ്പായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഞാനിതാണ് പറഞ്ഞത്. അതുപോലെ നമ്മൾ കുഞ്ഞതായിട്ട് അറ്റാച്ച് ചെയ്ത സാധനം കുഞ്ഞതായിട്ട് വെച്ചിട്ടുണ്ട്, കോർസെറ്റ് മാതിരി വരാൻ വേണ്ടി. നമ്മൾ ആ വള്ളി നമ്മൾ പ്രിഫറൻസ് അനുസരിച്ച് നമ്മൾ വെക്കണം. എന്നിട്ട് നമ്മളങ്ങനെ 6 ആക്ക് പാറ്റേണിലത് ഇതാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പാർട്ട് 2 ഫോളോ ചെയ്യുക. മെഷർമെൻറ്റ്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.